ഹലയ എല്ലാവരും ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡണണബയോ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. നിങ്ങൾക്ക് ഓരോ കമ്പനി സൂചകവും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ കഴിയും. ഇനി നമുക്ക് സംഘടനയുടെ പ്രധാന സൂചകങ്ങൾ താരതമ്യം ചെയ്യാം. വകധേയമേ അവധേവർഷത വധത ജവധയപം ഭറവശവധധായവ. ഈ അവലോകനം ജൂൺ 23, 2025 വരെയുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. വർഗീകരണം അനുസരിച്ച് ഗുരുതമമപേണ കമ്പനി വകഹയമേ അവധയോധഹ വധത ഉപവിഭാഗത്തിൽപ്പെടുന്നു. ധഹവധപണ് തന്യവധഫ് 24 കമ്പനികൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം എടുത്ത തീരുമാനങ്ങൾ ഞങ്ങൾ പരിഗണിക്കും. കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -10.8.5. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 0.6 പോയിന്റ്. നിങ്ങൾ അതിനെ വളരെ വിശാലമായ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പൊതുവെ മുഴുവൻ ഓഹരി വിപണിയുടെയും ചട്ടക്കൂടിനുള്ളിൽ മൊത്തത്തിലുള്ള മാർക്കറ്റിന്റെ ശരാശരി റേറ്റിംഗ് 1.8 പോയിന്റാണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് 8.5 പോയിന്റ് വകധേയമേ അവധേവധത. കമ്പനിയുടെ ഓഹരികളുടെ വിലനിലവാരം താരതമ്യം ചെയ്തുകൊണ്ട് വകധേയമേ അവധേവധത. ഉപവിഭാഗം കമ്പനികളും കമ്പനിയുടെ ഓഹരികൾ 12 മാസത്തിലേറെയായി ഞങ്ങൾ കാണുന്നു. വകധേയമേ അവധേവധത വടച്ച 159.1% ചലനാത്മകത കാണിച്ചു. ഉപവിഭാഗത്തിലെ വില വ്യതിയാനങ്ങൾക്കെതിരെ 140%. കമ്പനിയുടെ വിപണി മൂലധനം വകധേയമേ അവധേവധത വധച്ച $5.52 ബില്യൺ മൂല്യം. ഉപവിഭാഗത്തിന്റെ വിപണി മൂലധനം $58 ബില്യൺ. കമ്പനിയുടെ പുസ്തക മൂല്യം $0.67 ബില്യൺ. $33 ബില്യൺ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം $1.5 ബില്യൺ. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം വകധേയമേ അവധേവധത. വിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ 9.549%. പുസ്തക മൂല്യം 2.019%. ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിശകലനം ചെയ്യുന്ന കമ്പനിക്ക് $1.45 ബില്യൺ കടബാധ്യതയുണ്ട്. ബാലൻസ് ഷീറ്റ് മൂലധനവൽക്കരണത്തിനുള്ള സാമ്പത്തിക ബാധ്യതകൾ മൂലധനത്തിന്റെ 215%. കമ്പനിയുടെ ഡെറ്റ് ലെവൽ വിലയിരുത്തൽ വളരെ മോശം -2 പോയിന്റ്. കമ്പനിയുടെ വിപണി വില ലാഭ അനുപാതം 0 ആണ്. 10.8 എന്ന ഉപവിഭാഗത്തിന് ശരാശരി. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓഹരി വിലയും ലാഭ അനുപാതവും വിലയിരുത്തുക. വളരെ മോശം -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$66 മില്യൺ ആയിരുന്നു. അടുത്ത 12 മാസത്തെ ലാഭം $215 മില്യൺ ആണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകങ്ങളുടെ വിലയിരുത്തൽ കടന്നുപോകാവുന്ന 0 പോയിന്റുകൾ. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 7.6 ആണ്. ഉപവിഭാഗം 1.2 ശരാശരി. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി വിലയും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം -1 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $720 മില്യൺ ആണ്. അടുത്ത 12 മാസത്തേക്കുള്ള ഭാവി വരുമാനം അജ്ഞാതമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പനയുടെ സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 പോയിന്റ്. വിൽപ്പന മാർജിൻ -9.2%. ഉപവിഭാഗത്തിന് ശരാശരി 11.2%. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5 പോയിന്റ്. ഉദ്യോഗസ്ഥരുടെ എണ്ണം അനുസരിച്ച് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ വിഹിതം 1.952%.
ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ 389% കുറവാണ്. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ തുക $4,626,000 തുല്യമാണ്. ഉപവിഭാഗത്തിൽ $946,000 ഉണ്ട്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വിപണി മൂലധനത്തിന്റെ മൂല്യനിർണ്ണയം പാസാബിൾ 0. കമ്പനിയിലെ ഒരു ജീവനക്കാരന്റെ ലാഭം മൈനസ് ആണ് $55,700. ഉപവിഭാഗത്തിലെ ശരാശരി $87,800 ആണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5. ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ വരുമാന വിഹിതം $605,000 ആണ്. ഉപവിഭാഗത്തിൽ $786,000. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിഹിതത്തിന്റെ വിലയിരുത്തൽ ടോയ്ലറ്റ് -0.5. ഹ്രസ്വ ഇടപാടുകളുടെ അളവ് 25.6%. ഉപവിഭാഗത്തിന് ശരാശരി 8.5%. സാങ്കേതിക സൂചകം -14 കമ്പനിക്ക് 61% ലെവൽ കാണിക്കുന്നു. വകഹജമമ്യെ അപദേവതഹതവതത. ഉപവിഭാഗത്തിന് മധവ ലെവൽ 14 ഏകദേശം 60% തുല്യമാണ്. കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം $58.2 ആണ്. കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം $58.69 ആണ്. ഓർഡർ ടേബിൾ നോക്കാം, അത് നിങ്ങൾക്ക് ലഭ്യമാണ്. അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട്. സ്റ്റോക്ക് മൂല്യനിർണ്ണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ മുമ്പ് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരുതരണപയ ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. കമ്പനിയുടെ ഓഹരി മൂല്യനിർണ്ണയത്തിന്റെ ഫലമായി വകഹജമമ്യെ അപദേവതഹതവതത. മൂല്യനിർണ്ണയത്തിന്റെ വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതരണപയ ഇനിപ്പറയുന്ന തീരുമാനം എടുക്കുന്നു. $58.1 ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ മൂല്യം ഉള്ളതിനാലാണ് കരാർ തുറന്നത്. ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തിയത്. അക്യുമിന്റെ സൂചിക എടുക്കുക ലാഭം 21.91 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 94.11 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. തുടർന്ന് 2025 ജൂലൈ 23 സെഷന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഡീൽ സ്വയമേവ അവസാനിപ്പിക്കും. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ പതധടക പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഇടപാടിന്റെ വീഡിയോ ഇതിനകം ഈ ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഓർഡറുകളിലൊന്ന് അടയ്ക്കുന്ന സാഹചര്യത്തിൽ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് വിപരീത ക്രമം അവസാന വിലയിൽ അടച്ചിരിക്കുന്നു. അവസാനം വരെ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി. ഗുരുടധനബയ.